ആകാശഗംഗയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2025 ഏപ്രിൽ മാസം വൃശ്ചികക്കൂറിൽ വരുന്ന വിശാഖത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രക്കാർക്ക് എന്തൊക്കെ ഫലങ്ങളാണ് ഉണ്ടാകുന്നത് എന്ന് നോക്കാം. വൃശ്ചികക്കൂറുകാർക്ക് 2.5 വർഷമായി ശനി 4-ാം ഭാവത്തിൽ കണ്ടക ശനിയായി നിന്നിരുന്ന കാലമാണ്. എന്നാൽ കഴിഞ്ഞ ഒരു വർഷത്തോളമായി വ്യാഴം 7-ാം ഭാവത്തിൽ നിന്നിരുന്നത് നിങ്ങൾക്ക് അല്പം ആശ്വാസം തന്നിട്ടുണ്ടാകണം. എന്നാലും സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ, ഭൂമി സംബന്ധമായി പ്രശ്നങ്ങളെ, അതുപോലെ പുതിയ ഭൂമിയൊക്കെ വാങ്ങുന്നവരാണെങ്കിൽ അത് സംബന്ധമായി എന്തെങ്കിലും നഷ്ടങ്ങളെ, അതുപോലെ വാഹനങ്ങൾ ഒക്കെ ഉള്ളവരാണെങ്കിൽ ആ വാഹനങ്ങൾക്കൊക്കെ കേടുപാടുകളെ, അതുപോലെ മാതാവുമായോ അല്ലെ മറ്റു ബന്ധുജനങ്ങളുമായോ ഒക്കെ നീരസം ഒക്കെ ഈ സമയത്ത് ഉണ്ടായിട്ടുണ്ടാകണം. വ്യാഴം 7-ാം ഭാവത്തിൽ നിന്ന് നിങ്ങളുടെ രാശിയിലേക്കൊക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട് ഇപ്പോൾ. അതിനാൽ പ്രശ്നങ്ങളൊക്കെ അധികം രൂക്ഷമാകാതെ തന്നെ പോയിട്ടുണ്ടാകും. എങ്കിലും 6, 8, 12 ഭാവാധിപന്മാരുടെ ദശയൊക്കെ നടക്കുന്നവർക്കോ, ജാതകത്തിലെ ശനിയും വ്യാഴവും ഒക്കെ ദോഷസ്ഥാനങ്ങളിലൊക്കെ ഉള്ളവർക്കും ഈ സമയം മോശം സമയം തന്നെ ആയിരുന്നിരിക്കണം. എന്നാൽ മാർച്ച് 29-ാം തീയതി നിങ്ങളുടെ കണ്ടക ശനിക്കാലമൊക്കെ അവസാനിക്കുന്നതും ശനിയെക്കൊണ്ടുള്ള ദോഷഫലങ്ങളൊക്കെ കുറയുന്നതുമാണ്. 6, 8, 12 ഭാവാധിപന്മാരുടെ ഒക്കെ ദശ ഇപ്പോൾ നടക്കുന്നവരെ, അതുപോലെ ജാതകത്തിൽ വ്യാഴവും ശനിയും ഒക്കെ ദോഷസ്ഥാനത്തിരിക്കുന്നവരും ഒക്കെ ആണെങ്കിൽ ആ ഗ്രഹങ്ങൾക്കൊക്കെ വേണ്ട പരിഹാര മാർഗങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. എന്തൊക്കെ പരിഹാര മാർഗങ്ങളാണ് ചെയ്യേണ്ടത് എന്ന് ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറയുന്നതാണ്. അതിനാൽ വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക. ഇനി ഏപ്രിൽ മാസത്തെ ഫലത്തിൽ ആദ്യം ആരോഗ്യസ്ഥിതി എങ്ങനെയുണ്ടെന്ന് നോക്കാം. ആരോഗ്യസ്ഥിതിയാണല്ലോ പ്രധാനമായും വേണ്ടത്. ആരോഗ്യം നന്നായാൽ തന്നെ പകുതി പ്രശ്നങ്ങൾ തീർന്നു എന്ന് തന്നെ പറയാം. ജോലിക്കാണെങ്കിലും ഒക്കെ ആരോഗ്യം അത്യാവശ്യമാണ്. ഏപ്രിൽ മാസം 5-ാം തീയതി വരെ ഒക്കെ ആരോഗ്യകാര്യത്തിൽ അല്പം ശ്രദ്ധ വേണം. സാഹസിക പ്രവർത്തികളൊക്കെ ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ മുൻകരുതലുകൾ ഒക്കെ എടുക്കേണ്ടതാണ്. വാഹനങ്ങളൊക്കെ ഓടിക്കുന്നവർ ഏപ്രിൽ 5-ാം തീയതി വരെയൊക്കെ അല്പം ശ്രദ്ധിക്കേണ്ടതാണ്. അതിനുശേഷം ആരോഗ്യമൊക്കെ അനുകൂലമായിരിക്കും. നിലവിലൊക്കെ എന്തെങ്കിലും രോഗങ്ങളൊക്കെ ഇപ്പോൾ ഉള്ളവരാണെങ്കിലും അതിനൊക്കെ ചികിത്സയ്ക്കുള്ള ഫലങ്ങളൊക്കെ ലഭിക്കുന്നതും, രോഗാവസ്ഥകളൊക്കെ മാറി പൂർണ്ണ ആരോഗ്യസ്ഥിതിയിലേക്ക് മടങ്ങി വരാൻ പറ്റുന്നതുമാണ്. വേറെ മേജർ ഇഷ്യൂസൊന്നും തന്നെ ഏപ്രിൽ മാസത്തിൽ നിങ്ങൾക്ക് ഉണ്ടാകില്ല. ശ്രദ്ധ വേണ്ടത് ഏപ്രിൽ മാസത്തിൻ്റെ തുടക്കത്തിൽ ആണ് എന്ന് മാത്രം. ഇനി തൊഴിൽ സ്ഥിതി എങ്ങനെയുണ്ട് എന്ന് നോക്കാം. തൊഴിൽപരമായി നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഏപ്രിൽ മാസം നിങ്ങൾക്ക് വളരെയധികം ഗുണകരമാണ്. തൊഴിൽ സംബന്ധമായി പുരോഗതി ഉണ്ടാകുന്നതും തൊഴിലിൽ നിന്നുള്ള വരുമാനം ഒക്കെ വർദ്ധിക്കുന്നതുമാണ്. അതുപോലെ ഈ മാസം നിങ്ങളുടെ മേലധികാരിയോ അല്ലെങ്കിൽ തൊഴിൽ ദാതാവോ ഒക്കെ നിങ്ങൾക്ക് അനുകൂലമായിട്ട് തന്നെ നിൽക്കുന്നതുമാണ്. കൂടെ ജോലി ചെയ്യുന്നവരുമായിട്ടോ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളെ, അതുപോലെ ജോലി സ്ഥലത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളെ ഒക്കെ ഉണ്ടായിരുന്നവരാണെങ്കിൽ ഈ മാസം അതെല്ലാം മാറിക്കിട്ടുന്നതാണ്. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ജോലി നഷ്ടപ്പെട്ടവരോ അല്ലെങ്കിൽ പുതിയതായിട്ട് എന്തെങ്കിലും ജോലിയൊക്കെ തേടുന്നവരാണെങ്കിൽ അവർക്കും ഏപ്രിൽ മാസം വളരെയധികം ഗുണകരമാണ്. ധാരാളം അവസരങ്ങളൊക്കെ നിങ്ങളുടെ മുന്നിൽ വന്നു ചേരുന്നതാണ്. അതുപോലെ ഗവൺമെൻറ് ജോബിനൊക്കെ കാത്തിരിക്കുന്നവരാണെങ്കിൽ ഈ 15-ാം തീയതിക്കൊക്കെ ശേഷം വളരെയധികം ഗുണകരമായി തീരുന്നതാണ്. ജാതകത്തിലൊക്കെ അധികം ദോഷമൊക്കെ ഇല്ലാതിരിക്കുന്നവരാണെങ്കിൽ, PSC ലിസ്റ്റിലൊക്കെ ഉള്ളവരാണെങ്കിൽ അവർക്ക് ഉറപ്പായും 15-ാം തീയതിക്ക് ശേഷം ജോലിക്കുള്ള അപ്പോയിൻമെൻറ്റ് ഓർഡറൊക്കെ ലഭിക്കുന്നതാണ്. അതുപോലെ ജോലി സ്ഥലത്തൊക്കെ നിങ്ങളെക്കുറിച്ചൊക്കെ നല്ല അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ്. ചില സമയങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഒരു സംതൃപ്തിയില്ലായ്മയൊക്കെ തോന്നാമെങ്കിലും അത് കാര്യമായിട്ടൊന്നും നിങ്ങളുടെ തൊഴിലിനെ ബാധിക്കുകയും ഇല്ല. ബിസിനസ് ചെയ്യുന്നവർക്കും ഗുണകരമാണ്. ബിസിനസ്സിൽ നിന്നൊക്കെ നല്ല രീതിയിലുള്ള ലാഭമൊക്കെ ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ പുതിയ പുതിയ ബിസിനസ് അവസരങ്ങളൊക്കെ നിങ്ങളുടെ മുന്നിൽ തുറന്നു കിട്ടുന്നതാണ്. നിങ്ങൾ പുതിയ പുതിയ ഐഡിയകളൊക്കെ ബിസിനസ്സിൽ
പ്രാവർത്തികമാക്കുന്നതുമാണ്. അതുപോലെ സാമ്പത്തിക കാര്യം നോക്കിയാൽ സാമ്പത്തികമായിട്ട് ഗുണകരമായ മാസമാണ്. ദിവസ വരുമാനത്തിലൊക്കെ ജോലി ചെയ്യുന്നവർക്കൊക്കെ ഈ സമയത്ത് വരുമാന വർധനവൊക്കെ ഉണ്ടാകുന്നതാണ്. അതുപോലെ ഈ മാസം അനാവശ്യമായ ആഡംബര കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയോ അല്ലെങ്കിൽ കുട്ടികളുടെ ആവശ്യത്തിന് വേണ്ടിയോ ഒക്കെ ചിലവുകളും ധാരാളം വന്നു ചേരാവുന്നതാണ്. ഇനി വിദ്യാർത്ഥികളുടെ കാര്യം നോക്കിയാൽ വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ പുരോഗതിയൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. എങ്കിലും പല കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് നിങ്ങൾക്കൊക്കെ ഒരു വിചാരമുണ്ടാകും. എന്നാൽ പെട്ടെന്ന് അതിൽ നിന്നൊക്കെ മനസ്സ് പിന്മാറും. ഇനി അതല്ല വേറെ എന്തെങ്കിലും ചെയ്യാം, ഇങ്ങനെ മാറി മാറി ചിന്തകളൊക്കെ ഉണ്ടാകും. എക്സാമൊക്കെ ഉള്ള വിദ്യാർത്ഥികൾക്ക് അവരുടെ മനസ്സൊക്കെ ഡൈവേർട്ട് ചെയ്തു പോകാതെയൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. മാസത്തിൻ്റെ പകുതിക്കൊക്കെ ശേഷമായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ ഗുണകരമായിട്ടുള്ളത്. ഈ സമയത്തൊക്കെ എക്സാം ഉള്ളവരാണെങ്കിൽ അവർക്ക് കൂടുതൽ നന്നായിട്ടൊക്കെ പെർഫോം ചെയ്യാനും സാധിക്കുന്നതാണ്. ഇനി ലവ് റിലേഷനൊക്കെ ഉള്ളവർക്ക് നിങ്ങൾ ആരുടെ കൂടെയാണോ റിലേഷനിലുള്ളത് അവർക്ക് ചിലപ്പോൾ നിങ്ങളിൽ ഒരു സംശയം രൂപപ്പെട്ടേക്കാം. അങ്ങനെ ഒരു സംശയമുണ്ടാകുന്ന മാസമാണ് ഏപ്രിൽ മാസം. അതുപോലെ നിങ്ങളുടെ മേൽ അവർ അനാവശ്യമായ ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചേക്കാം. അവരെ ഒരു രീതിയിലും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ ചിലപ്പോൾ നിങ്ങൾക്ക് വന്നു ചേരാവുന്നതാണ്. അവരെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നിങ്ങൾ വളരെയധികം കഷ്ടപ്പെടേണ്ടി വരുന്നതാണ്. 15-ാം തീയതിക്കൊക്കെ ശേഷം കാര്യങ്ങൾ കുറച്ചൊക്കെ ഭേദപ്പെടാം. എങ്കിലും അതൊക്കെ പൂർണ്ണമായിട്ടും ശരിയാകണമെങ്കിൽ ഒരു മെയ് മാസം 18-ാം തീയതി ഒക്കെ കഴിയേണ്ടതാണ്. അതുവരെയൊക്കെ അല്പം ശ്രദ്ധ കൊടുക്കണം. ഇനി ദാമ്പത്യബന്ധം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ദാമ്പത്യ ബന്ധം നോക്കിയാൽ ഈ മാസം വളരെയധികം ഗുണകരമായിരിക്കും. പങ്കാളിയോടൊക്കെ ഒന്നിച്ച് ദൂരയാത്ര പോകാനും അതുപോലെ ഉല്ലാസയാത്ര പോകാനും ഒക്കെ സാധിക്കുന്നതാണ്. കുടുംബത്തെ ശാന്തിയും സമാധാനവും ഒക്കെ കൈവരുന്ന ഒരു അവസരമാണ് ഉണ്ടാകാൻ പോകുന്നത്. കുട്ടികളോടൊക്കെ ഒത്ത് സന്തോഷത്തോടെ കഴിയാനുള്ള സമയങ്ങളൊക്കെ ഉണ്ടാകും. അതുപോലെ നിങ്ങളുടെ പങ്കാളിക്ക് സാമ്പത്തികമായി നേട്ടങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. എന്നാൽ ഇടയ്ക്കൊക്കെ ചെറിയ കാര്യങ്ങളിലൊക്കെ കശപിശകളൊക്കെ ഉണ്ടാകാം. അത് ചിലപ്പോൾ സുഹൃത്തുക്കളുമായി ഒക്കെ ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാകാം. അങ്ങനെ ചില സംശയങ്ങളുമൊക്കെ ഉടലെടുക്കുന്നതാണ് ചില സമയങ്ങളിൽ. അത് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല. അതുപോലെ ഭാഗ്യങ്ങളുടെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്ന ഒരു മാസമാണ്. ചില സമയങ്ങളിൽ നല്ല രീതിയിലുള്ള ഭാഗ്യം നിങ്ങളെ പല കാര്യങ്ങൾക്കും തുണയ്ക്കുന്നതാണ്. എന്നാൽ ചില സമയങ്ങളിൽ നിർഭാഗ്യവും ഉണ്ടാകുന്നതാണ്. ഏപ്രിൽ മാസത്തിൽ കൂടുതൽ ഗുണഫലങ്ങൾ ലഭിക്കുന്നതിന് നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ നവഗ്രഹ പൂജ മാസത്തിൽ ഒരു തവണ ചെയ്യുന്നത് നല്ലതാണ്. അത് പക്കപ്പിറന്നാളിലാണെങ്കിൽ കൂടുതൽ ഗുണകരമാണ്. അതുപോലെ ദേവി ക്ഷേത്ര ദർശനം നടത്തി കഴിയുന്ന വഴിപാടുകളൊക്കെ ചെയ്യുക. ഇപ്പോൾ മുതൽ കുറേ കാലത്തേക്ക് മുടങ്ങാതെ മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നതും അതുപോലെ വിഷ്ണു സഹസ്രനാമം പതിവായി ഒക്കെ ജപിക്കുന്നതും നിങ്ങൾക്ക് കൂടുതൽ ഗുണം ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.